മക്കളെ എല്ലാവർക്കും ഫിറ്റ്നസ് ബോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 3ാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ നമ്മൾ എന്ന ഒരു യൂണിറ്റിലെ ചെടിക്ക് മുദ്ദുകൊണ്ടത് എന്നൊരു പാഠഭാഗമാണ് കേട്ടോ നമ്മളിന്ന് നോക്കുന്നത്. ആ പാഠഭാഗവും അതിലെ പഠന പ്രവർത്തനങ്ങളുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ മക്കളെ. അപ്പോൾ നമുക്ക് പാഠഭാഗത്തേക്ക് പോയാലോ. ചെടിക്ക് മുദ്ദുകൊണ്ടത് എന്ന് വെച്ചാൽ മുദ്ദ് എന്ന് പറഞ്ഞാൽ ഇവിടെ മുത്തം എന്നാണ് അർത്ഥമാക്കുന്നത്. ചെടിക്ക് മുദ്ദ് കൊണ്ടത്, അതായത് ചെടിക്ക് മുത്തം കൊടുത്തത് എന്നൊക്കെ ഒരു അർത്ഥമാണ്. ഇന്ത്യ എൻ്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്. നാം ചൊല്ലുന്ന പ്രതിജ്ഞയിലെ ഈ വാക്യം മനസ്സിൽ വെച്ചുകൊണ്ട് കവിത വായിക്കൂ. അപ്പോൾ നമ്മുടെ പ്രതിജ്ഞ എല്ലാവർക്കും അറിയില്ലേ. ആ ഒരു പ്രതിജ്ഞ അതിലെ വാക്യം മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങളോട് ഒരു കവിത വായിക്കാനാണ് പറയുന്നത്. നമുക്ക് കവിത വായിച്ചു നോക്കിയാലോ. കവിതയുടെ പേര് റൊട്ടി. ഒരു കുട്ടി പണ്ടൊരു റൊട്ടി കട്ടു. അവനെ മുതിർന്നവർ കെട്ടിയിട്ടു. വന്നവർ മാറി മാറി വേദനിപ്പിച്ചു, വിഷം തളിച്ചു. ആയിടെയുണ്ടായ മോഷണങ്ങൾ എല്ലാം അവനെന്ന് സമ്മതിച്ചു. വിദ്യാലയം വിട്ടു ബെല്ലടിച്ചു. വണ്ടികളേറെ കടന്നുപോയി. പോലീസ് വന്നു കയറഴിച്ചു. കയ്യാമം വയ്ക്കാതെ കൊണ്ടുപോയി. പായുന്ന ജീപ്പിലെ പോലീസുകാരനെ ചാരിയുറക്കം പിടിച്ചിടുമ്പോൾ നിക്കറിൻ കീശയിൽ ഇക്കിളിയാക്കുന്നു വക്കത്തിലേശം നനഞ്ഞ റൊട്ടി. മോഹനൻ കൃഷ്ണൻ കാലടിയുടെ മഴപ്പൊട്ടൻ എന്ന കവിതാ സമാഹാരത്തിലെ ഒരു കവിതയാണിത്. മക്കളെ, ഈ കവിത എന്താണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? എന്താണ് ഈ കവിതയിൽ അർത്ഥമാക്കുന്നത്? ഒരു കുട്ടി വിശന്ന് വലഞ്ഞിട്ട് ഒരു റൊട്ടി കട്ടെടുക്കുകയാണ്. റൊട്ടി കഴിക്കാൻ പോകുമ്പോഴേക്കും ആ കുട്ടിയെ എന്താണ് കുറെ ആൾക്കാർ ചേർന്ന് പിടിച്ച് കെട്ടിയിട്ടു അല്ലേ. കെട്ടിയിട്ടിട്ട് ഒരുപാട് ഉപദ്രവിച്ചു. എന്നിട്ടോ ഒരുപാട് നേരം അങ്ങനെ കെട്ടിയിട്ട് പിന്നെ സ്കൂളൊക്കെ വിട്ടതിന് ശേഷം, വിദ്യാലയങ്ങളൊക്കെ വിട്ടതിന് ശേഷം പോലീസ് വന്നിട്ട് ആ കുട്ടിയെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ കുട്ടി എന്താണ് ആ ഒരു പോലീസ് വണ്ടിയിൽ പോലീസുകാരൻ്റെ തോളിലിരുന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ ആ കുട്ടിയുടെ ശരീരത്തിൽ പോക്കറ്റിലുള്ള ഒരു നനഞ്ഞ റൊട്ടി ഇങ്ങനെ ഇക്കിളിയാക്കുകയാണ്. അതാണ് ഈ കവിതയിൽ പറയുന്നത്. ഇനി നമുക്കിതിലെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ പ്രവർത്തനം താളമിട്ട് കവിത ചൊല്ലുന്നു. അത് മക്കൾ ചെയ്യേണ്ടതാണ്. മക്കൾ നല്ലൊരു ഈണൊക്കെ കണ്ടെത്തിയിട്ട് കവിത ചൊല്ലി നോക്കുക. അടുത്ത പ്രവർത്തനം വന്നവർ മാറി മാറി വേദനിപ്പിച്ചു വിഷം തളിച്ചു. വിഷം തളിച്ചു എന്നതുകൊണ്ട് എന്തായിരിക്കും സൂചിപ്പിക്കുന്നത്? എന്താണ് മക്കളെ വിഷം തളിച്ചു എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്? മനുഷ്യരെ ഇല്ലാതാക്കുന്ന ഒന്നാണ് വിഷം അല്ലെ. വിഷം കഴിച്ചിട്ട് മരിച്ചു പോകുന്നൊക്കെ കേട്ടിട്ടില്ലേ. ഇവിടെ വന്നവർ മാറി മാറി വിഷം തളിച്ചു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വാക്കുകൾ കൊണ്ട് മാനസികമായി കൊല്ലാതെ കൊന്നു എന്നാണ്. മരിച്ചു പോകുന്നതിന് തുല്യമായ വേദനിപ്പിക്കുന്ന വാക്കുകളാകാം ആ കുട്ടിയുടെ മേൽ ചുരിഞ്ഞത്. അതുകൊണ്ടാണ് എന്താണ് വന്നവർ മാറി മാറി വിഷം തളിച്ചു എന്ന് പറയുന്നത്. വേദനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞാലും വിഷം കൊണ്ടതുപോലെ ആവില്ലേ, മരിക്കുന്നതിന് തുല്യമാവില്ലേ. അതാണ് കേട്ടോ ഈ ഒരു വരികൾ കൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത പ്രവർത്തനം നോക്കൂ. നിക്കറിൻ കീശയിൽ ഇക്കിളിയാക്കുന്നു വക്കത്ത് ലേശം നനഞ്ഞ റൊട്ടി. റൊട്ടി ഇക്കിളിയാക്കുമോ? എന്താണ് ഇതിന്റെ അർത്ഥം? കുട്ടി റൊട്ടി കഴിക്കാൻ വേണ്ടി വായിലേക്ക് അല്പം വെച്ച സമയത്താണ് മുതിർന്നവർ അവനെ പിടികൂടിയത്. വായിലേക്ക് വെച്ചത് കൊണ്ട് തന്നെ റൊട്ടി അല്പം നനഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കീശയിൽ ഇട്ടപ്പോൾ നനഞ്ഞ ഭാഗം കുട്ടിയുടെ ശരീരത്തിൽ തട്ടുമ്പോൾ അവൻക്കത് ഇക്കിളി പോലെ അനുഭവപ്പെട്ടു. ഇതിനെയാണ് റൊട്ടി ഇക്കിളിയാക്കി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ മക്കൾക്ക്? ആ കുട്ടി ഒരു റൊട്ടി തിന്നാൻ പോകുന്ന സമയത്താണ് മുതിർന്നവർ അവനെ പിടികൂടിയത്. അപ്പൊ വായിൽ വെക്കാൻ പോകുന്ന സമയത്ത് എന്താണ് ആ റൊട്ടിയിൽ ആ കുട്ടിയുടെ ഉമിനീര് തുപ്പലം തട്ടിയിട്ട് നനഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് കുട്ടിയുടെ പോക്കറ്റിൽ കിടന്നിട്ട് ആ കുട്ടിയുടെ ശരീരത്തിൽ ആ നനഞ്ഞ ഭാഗം തട്ടുമ്പോൾ കുട്ടിക്ക് ഇങ്ങനെ ഇക്കിളിയായി എന്നാണ് ഈ ഒരു വരികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത പ്രവർത്തനം നോക്കൂ. റൊട്ടിയുടെ വക്ക് ലേശം നനഞ്ഞത് എങ്ങനെയായിരിക്കും? അത് നമ്മളിപ്പോ പറഞ്ഞു. എങ്ങനെയാണ്? കുട്ടി റൊട്ടി കഴിക്കാനായി വായിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അവൻ അത് കഴിക്കാൻ കഴിഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്കും അവനെ മുതിർന്നവർ പിടികൂടി. വായിൽ വെച്ച സമയത്താണ് റൊട്ടി ഉമിനീര് കൊണ്ട് നനഞ്ഞത്. മനസ്സിലായല്ലോ അല്ലേ? ആ കുട്ടി കഴിക്കാൻ പോകുന്ന സമയം ആയപ്പോഴേക്കും കഴിക്കാനായിട്ട് പോവുകയായിരുന്നു അല്ലേ. അപ്പോഴാണ് മുതിർന്നവർ ആ കുട്ടിയെ പിടികൂടുന്നത്. അപ്പൊ നമ്മൾ കഴിക്കാൻ ഇങ്ങനെ വായിലേക്ക് വെക്കുമ്പോൾ ചെറുതായിട്ട് ഉമിനീര് ആ റൊട്ടിയുടെ പക്കത്ത് തട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ റൊട്ടി നനഞ്ഞത്. അടുത്ത പ്രവർത്തനം എന്താ പറയുന്നത്? കവിതയിൽ വിവരിച്ച സംഭവം ക്രമമായി എഴുതൂ. അപ്പൊ ഈ കവിതയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ക്രമത്തിൽ എഴുതാനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ്? ഒരിക്കൽ ഒരു കുട്ടി വിശന്നു വലഞ്ഞ് ഒരു റൊട്ടി കട്ടു. അവനത് കഴിക്കാനായി വായിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് മുതിർന്നവർ അവനെ പിടികൂടി കെട്ടിയിട്ടു. റൊട്ടി മോഷ്ടിച്ചു എന്നും പറഞ്ഞ് എല്ലാവരും അവനെ വാക്കുകളാൽ മാറി മാറി വേദനിപ്പിച്ചു.
ആയിടെ അവിടെ നടന്ന മോഷണങ്ങളെല്ലാം ഈ കുട്ടി ചെയ്തതാണെന്ന് അവനെ കൊണ്ട് സമ്മതിപ്പിച്ചു. വൈകുന്നേരമായപ്പോൾ വിദ്യാലയം വിട്ടു. കുട്ടികളെല്ലാം വീടുകളിലേക്ക് പോയി. ഒരുപാട് വണ്ടികൾ കടന്നുപോയി. വിദ്യാലയത്തിലേക്ക് ഒരു പോലീസ് ജീപ്പ് വന്നു. പോലീസ് കുട്ടിയെ കെട്ടിയിട്ട കയറഴിച്ചു കയ്യാമ വെക്കാതെ ജീപ്പിൽ കൊണ്ടുപോയി. വിശപ്പ് കൊണ്ടും വിഷമം കൊണ്ടും കരഞ്ഞു തളർന്ന കുട്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ജീപ്പിലെ പോലീസുകാരന്റെ തോളിൽ ചാരി ഉറങ്ങിപ്പോയി. ആ സമയത്ത് കുട്ടി കഴിക്കാനായി എടുത്ത റൊട്ടി ഉമിനീരിന്റെ നനവ് തട്ടി നനഞ്ഞിരുന്നു. അത് പോക്കറ്റിൽ നിന്ന് കുട്ടിയുടെ ശരീരത്തിൽ തട്ടി കുട്ടിയെ ഇക്കിളിയാക്കി. ഇങ്ങനെ നടന്ന ഒരു കവിത ക്രമത്തിൽ ഈ ഒരു സംഭവമാക്കിയിട്ട് എഴുതുക കേട്ടോ. വിദ്യാലയം വിട്ടു ബെല്ലടിച്ചു. വണ്ടികളേറെ കടന്നുപോയി. കവിതയിൽ ഈ വരികൾ ഇല്ലെങ്കിലും നടന്ന സംഭവം മനസ്സിലാവുമല്ലോ. എന്തിനാണ് ഇക്കാര്യം പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്? ആ വിദ്യാലയം വിട്ടു ബെല്ലടിച്ചു വണ്ടികളേറെ കടന്നുപോയി. എന്താണ് ഇങ്ങനെ പറയാന് കാരണം എന്നാ ചോദിക്കുന്നത്. ഈ വരികൾ കൊണ്ട് അർത്ഥമാക്കുന്നത് വൈകുന്നേരമാണ് വിദ്യാലയങ്ങൾ വിടുന്നത്. അതും കഴിഞ്ഞ് ഒരുപാട് വണ്ടികൾ റോഡിലൂടെ കടന്നുപോയി. അത്രയും നേരം ആ കുട്ടിയെ കെട്ടിയിട്ട രൂപത്തിൽ നിർത്തുകയായിരുന്നു. വിശപ്പ് കാരണം ഒരു റൊട്ടി കട്ടെടുത്തതിന്റെ പേരിൽ കുട്ടി അനുഭവിക്കേണ്ടി വന്ന ക്രൂരമായ അനുഭവമാണ് ഇവിടെ ഈ കവിതയിൽ ഈ വരികളിലൂടെ കാണിക്കുന്നത്. അടുത്തത് എന്താണ്? ഈ കവിതക്ക് ചേരുന്ന ചിത്രം വരച്ചു പേരിടൂ. ചിത്രങ്ങൾ പരസ്പരം കൈമാറി കൂട്ടുകാരുടെ ചിത്രങ്ങളെ പറ്റി അഭിപ്രായങ്ങൾ പറയൂ. ചിത്രങ്ങൾ പ്രദർശിപ്പിക്കൂ. അപ്പൊ എന്താണ്? ഈ കവിതക്ക് പറ്റുന്ന ഒരു ചിത്രം നിങ്ങളോട് വരച്ചിട്ട് പേരിടാനാണ് പറയുന്നത്. എന്നിട്ട് ചിത്രങ്ങൾ പരസ്പരം കൈമാറി കൂട്ടുകാരുടെ ചിത്രങ്ങളെ പറ്റി അഭിപ്രായങ്ങൾ പറയാനാണ് പറയുന്നത്. എന്നിട്ടോ നിങ്ങളോട് ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാനും പറയുന്നുണ്ട്. ഇനി അടുത്ത പ്രവർത്തനം എന്താണ്? ടീച്ചർ ഒരു ചിത്രം കാണിച്ചല്ലോ. ഇത് കണ്ടപ്പോൾ എന്തൊക്കെയാണ് തോന്നിയത്? ചർച്ച ചെയ്യൂ. അപ്പൊ മക്കൾക്ക് ക്ലാസ്സിൽ നിന്ന് ടീച്ചർ ഒരു ചിത്രം കാണിച്ചു തരും. അപ്പൊ അത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് നിങ്ങൾ ചർച്ച ചെയ്തിട്ട് എഴുതട്ടോ. അപ്പൊ അത് ക്ലാസ്സിൽ നിന്ന് ചെയ്യുന്ന പ്രവർത്തനമാണ്. ഇനി അടുത്ത പ്രവർത്തനം എന്താന്ന് നോക്കൂ. ഈ കവിതയിലെ കുട്ടിയെ നിങ്ങൾ കണ്ടുമുട്ടുന്നു എന്ന് കരുതുക. അപ്പോൾ നിങ്ങൾ അവനോട് നടത്താനിടയുള്ള സംഭാഷണം എഴുതാന്. അപ്പൊ നിങ്ങൾ ഈ കുട്ടിയെ എവിടെന്നെങ്കിലും കണ്ടുമുട്ടുകയാണ്. അപ്പൊ നിങ്ങൾ ആ കുട്ടിയോട് എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കും, എന്തൊക്കെ സംസാരിക്കും, ആ ഒരു സംഭാഷണം നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതെങ്ങനെ എഴുതേണ്ടതെന്ന് നോക്കാം. ഞാൻ എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരെയാണ് കേട്ടോ. ഞാൻ: എന്തു പറ്റി നിനക്ക്? നിന്നെ എന്തിനാ പോലീസുകാർ പിടികൂടിയത്? കുട്ടി: 1-2 ദിവസമായി ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് അത്രയും വിശപ്പ് സഹിക്കാനാവാതെ വന്നപ്പോൾ ഒരു റൊട്ടി മോഷ്ടിച്ചു പോയി. അതിന് അവരെല്ലാവരും കൂടി എന്നെ കെട്ടിയിട്ട് ഉപദ്രവിച്ചു. പോലീസിൽ വിളിച്ചു പറഞ്ഞു. അങ്ങനെയാ പോലീസ് വന്ന് കൊണ്ടുപോയത്. ഞാൻ: എന്തുപറ്റി? വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാറില്ലേ? കുട്ടി: അച്ഛന് സുഖമില്ലാതെ കിടക്കുകയാണ്. അമ്മ കൂലിപ്പണിക്ക് പോയിട്ടാണ് ഞാനും അച്ഛനും കഴിയുന്നത്. 2 ദിവസമായി അമ്മക്കും വയ്യാതെ കിടപ്പിലാണ്. വീട്ടിൽ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല 2 ദിവസമായിട്ട്. ഞാൻ: നിന്നെ അവർ ഒരുപാട് ഉപദ്രവിച്ചോ? കുട്ടി: കെട്ടിയിട്ടപ്പോൾ നാട്ടുകാർ ഒരുപാട് ഉപദ്രവിച്ചു. ശരീരത്തിന്റെ വേദന മറക്കാം. എന്നാൽ കള്ളൻ എന്ന് വിളിച്ച് എല്ലാ മോഷണങ്ങളും എന്റെ മേൽ ചുമത്തിയത് എന്നെ കൊല്ലുന്നതിന് തുല്യമായിരുന്നു. വിശപ്പ് സഹിക്കാൻ വയ്യാത്തത് കൊണ്ടല്ലേ ഞാൻ അങ്ങനെ ചെയ്തത്. ഞാൻ: പോലീസുകാർ എന്താ ചെയ്തത്? കുട്ടി: അവർ സ്നേഹത്തോടെ പെരുമാറി. എന്തു വന്നാലും ഒരിക്കലും മോഷ്ടിക്കരുത് എന്ന് പറഞ്ഞു. അവർ ഭക്ഷണം വാങ്ങി തന്നു. വീട്ടിലേക്ക് പറഞ്ഞയച്ചു. ഞാൻ: നീ വിഷമിക്കേണ്ട. നമ്മുടെ സമൂഹം എങ്ങനെയാണ്? അർഹതപ്പെട്ടവരെ കണ്ടെത്താൻ ആരും ശ്രമിക്കില്ല. ചെറിയ തെറ്റുകൾ കണ്ടെത്തി അത് വലുതാക്കാനേ ശ്രമിക്കൂ. ഇനി എന്നും നിനക്കുള്ള ഭക്ഷണം ഞാൻ കൊണ്ടുവരും. ഭക്ഷണത്തിന്റെ പേരിൽ ഇനി ഒരിക്കലും നീ സങ്കടപ്പെടരുത്. കുട്ടി: ഒരുപാട് നന്ദി. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. ഈ ഒരു പാഠഭാഗത്ത് വരുന്ന പഠന പ്രവർത്തനങ്ങളാണ് ഇന്ന് നമ്മൾ ചെയ്തിട്ടുള്ളത്. എല്ലാ മക്കൾക്കും എല്ലതും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ മക്കൾ എല്ലാ ആക്ടിവിറ്റീസും നന്നായിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കുട്ടികൾ, നമ്മുടെ മക്കൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി ഒന്ന് ഓൺ ആക്കിയിടുക. എന്നാലേ നമ്മളിടുന്ന വീഡിയോ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. എല്ലാ മക്കൾക്കും ഗുഡ് ബൈ.